ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് മെൻസിൻ്റെ ലവ് എക്സ്പ്രസിങ് രീതി എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഞാനിത് ഈ ഒരു ടോപ്പിക്ക് തന്നെ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിൻ്റെ കൂടുതൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് മെൻസ് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. പൊതുവേ പുരുഷന്മാർ അവരുടെ ഫീലിങ്സും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ കൊണ്ട് പറയാനൊക്കെ മടിയുള്ള ആളുകളാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അങ്ങനെ അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിലുള്ള ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് അഡ്വൈസ് ചോദിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് അവരുടെ ലൈഫിൽ എന്തൊരു കാര്യം സംഭവിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്തും നമ്മളോട് അവർ അഡ്വൈസ് ചോദിക്കുന്നുണ്ടായിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു വാല്യൂ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. അതായത് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മളോട് പറയുമ്പോഴോ ചോദിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് നമ്മളുടെ ഒപ്പീനിയൻ പറയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പറയുന്നത് പൊട്ടത്തെറ്റായിരിക്കും, പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലാവും ഇവർ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ള കാര്യം. എന്നാലും പിന്നെയും ചോദിക്കും, പിന്നെയും എന്തെങ്കിലും കാര്യം വരുമ്പോൾ വീണ്ടും ചോദിക്കും. അത് നമുക്ക് അവർ തരുന്ന ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല, ഇത് ഒരു രീതിയിൽ പറഞ്ഞാൽ സ്നേഹപ്രകടനം തന്നെയാണ്. നിങ്ങൾക്ക് തരുന്ന വാല്യൂ ആണ്, ഇമ്പോർട്ടൻസ് ആണ്, ലവ് ആണ്. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ സീക്രട്സ് ഒക്കെ പറയാന്നുള്ളതാണ്. നമ്മൾ പലരും പറയാറുണ്ട് എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓഫ് കോഴ്സ് അങ്ങനെ ഉണ്ടായിരിക്കും. ഓരോരോ ആളുകൾക്കും അവരുടേന്ന് പറയാനായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സീക്രട്സും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ അത് കുറച്ച് കുറവായിരിക്കും. നമ്മളെല്ലാ ആളുകളോടും നമ്മളുടെ സീക്രട്ട് പറയാറില്ല, നമ്മളത് അങ്ങനെ തന്നെ വെക്കും. പക്ഷേ നമ്മുടെ പാർട്ട്ണറോടൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയും. നമ്മുടെ സീക്രട്സ് ആയാലും നമ്മൾ പറയും. അഥവാ നമ്മൾ ചെയ്ത തെറ്റുകളാണെങ്കിലും അത് നമ്മൾ തുറന്നു പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഒരിക്കൽ ഇത് അവരറിയരുത്. അതായത് നമ്മൾ പറയാതെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് മാറും എന്ന് വിചാരിച്ചിട്ടും എന്നെക്കുറിച്ച് മുഴുവനായിട്ടും ഇയാൾ മനസ്സിലാക്കണം എന്നൊരു ചിന്ത ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ തന്നെയാണ് എല്ലാ ആളുകൾക്കിടയിലും ഉണ്ടാവുക. ശരിക്കും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർ നിങ്ങളോട് അവരുടെ സീക്രട്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ മോശമായ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അവരത് തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അതും ഒരു സ്നേഹപ്രകടന രീതി തന്നെയാണ്. നിങ്ങളെ അവർ ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കോംപ്രമൈസിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറേ പുരുഷന്മാര് ഇങ്ങനെ അല്ല, എന്നാൽ കുറേ പേര് ഇങ്ങനെയാണ് താനും. അതായത് കുറേ പേര് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇന്നത്തെ ജനറേഷനിൽ അത് കൂടുതലാണ്. ഇപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും അല്ലെങ്കിൽ കാമുകനായാലും കാമുകിയാണെന്നുണ്ടെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് രണ്ടുപേരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഇന്ന് കാണാനായിട്ട് കഴിയും. കാരണം ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ കുറേ പേര് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാറില്ല കോംപ്രമൈസ് ചെയ്യാനായിട്ട്. പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവള് വരട്ടെ, അല്ലെങ്കിൽ അവള് വന്ന് സോൾവ് ചെയ്യട്ടെ, ഞാൻ എപ്പോഴും ഒരു പടി മുമ്പിൽ നിൽക്കേണ്ട ഒരാളാണ് എന്നുള്ള ചിന്തയോട് കൂടി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് ഒരിക്കലും ഒരു സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈഗോ മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ശരിക്കും സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ഒന്നും ഉണ്ടാവില്ല. ഇവളെ എനിക്ക് എപ്പോഴും വേണം, എൻ്റെ ലൈഫിൽ വേണ്ട ഒരാളാണ്, ഞാൻ താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അവരായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വരും. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ കുഞ്ഞതായാലും വലുതായാലും അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അവരുടെ സ്നേഹമാണ്, സ്നേഹപ്രകടനമാണ് എന്നുള്ളത്. അപ്പൊ അതിലൂടെയും അങ്ങനെയും അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫിസിക്കലി അവരെപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കും. ഫിസിക്കലി നിങ്ങളുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊരു ചായ്വ് ആ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞൊക്കെ അവർ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ക്ലോസ് ആവാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, നിങ്ങളോട് അത്രയും ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വിഷമം വരുന്ന സമയത്തോ അങ്ങനെ എന്തൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഫിസിക്കലി അവർ നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ട് അവർ തരുന്നതും അതും ഒരു സ്നേഹപ്രകടന രീതി തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഫിസിക്കലി നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ സപ്പോർട്ടുകൾ തരുന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹമാണ് എന്നുള്ള കാര്യവും നിങ്ങൾ തിരിച്ചറിയുക. ചിലപ്പോൾ നിങ്ങൾക്ക് വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് കാണാൻ പറ്റുക. ഭയങ്കര പനിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഇവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഫിസിക്കലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും, കെയർ ചെയ്യും. അതായത് നിങ്ങൾക്ക് മരുന്ന് എടുത്തു തരിക,
അല്ലെങ്കിൽ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരിക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ ചെയ്തു തരും. ഇതൊക്കെ ചെയ്തു തരും എന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ ചിലർ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളോടുള്ള ഇഷ്ടമാണ്. ചിലപ്പോൾ ഒരു വാക്കുകൾ കൊണ്ട് പറയണമെന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ മനസ്സിലാക്കുക. നമ്മൾ സ്ത്രീകൾ എങ്ങനെയാണെന്നറിയോ, വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവും വാക്കുകളിലൂടെ അവർ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അവർ നേരെ തിരിച്ചാണ്. വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം പുരുഷന്മാർ കൊടുക്കാറില്ല. അവർ പ്രവൃത്തിയിലൂടെയാണ് അങ്ങനെ കാണിക്കാറുള്ളത്. അത് എല്ലാവരും എന്ന് പറയുന്നില്ല, എങ്കിലും ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പ്രവൃത്തിയിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വാക്കുകളിലൂടെ തന്നെ സ്നേഹം കിട്ടണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഇരിപ്പിരിക്കത്തേ ഉള്ളൂ. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നല്ല, ഇടയ്ക്കൊക്കെ പറയണ്ടാവും, എങ്കിലും എപ്പോഴും ഒന്നും അവരുടെ വായിന്ന് അങ്ങനെ വരണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് സ്നേഹം എന്നുള്ള ആ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പരാതിയൊക്കെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും, അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്, പറയാൻ കഴിയുണ്ടാവില്ല, പക്ഷേ ജീവനാണ് എന്നുള്ളത്. സോ വേദനിപ്പിക്കാതിരിക്കുക, തിരിച്ചും അങ്ങനെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അവർ നിങ്ങളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതാണ് അവരുടെ ലവ് ലാംഗ്വേജ് എന്നുള്ളത് മനസ്സിലാക്കുക. തിരിച്ചവർ ആഗ്രഹിക്കുന്നതും ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനം തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അവരോട് തിരിച്ചും പെരുമാറാൻ ശ്രമിക്കുക. ബന്ധം മനോഹരമായിട്ട് പോവും, സംശയമൊന്നും വേണ്ട. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതേപോലെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്